നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് ഡിവോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നവർക്ക് ഡിവോഴ്സ് കിട്ടുമോ എന്നുള്ള റീഡിംഗ് ആണ്. ഇതെനിക്ക് ഒരു റിക്വസ്റ്റ് വന്നതനുസരിച്ചാണ് ഞാൻ ഈ റീഡിംഗ് ഇടുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണം എന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കാർഡ്സ് സെലക്ട് ചെയ്യുക. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇത് പേഴ്സന്റെ, നിങ്ങൾക്ക് ആരാണോ ഡിവോഴ്സ് തരേണ്ടത് ആ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജിയാണിത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ആ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. മൂന്നാമത്തെ ചോദ്യം ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തത് കൊണ്ട് ആ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളത് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്. ഫൈനൽ ക്വസ്റ്റ്യൻ ഒരു യെസ് ഓർ നോ ആണ്. നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തെങ്കിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്, റീഡിംഗ് ആണ് ആദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളുടെ ഓവറോൾ എനർജിയാണത്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എന്താണ് അറിയേണ്ടത്, അതാണ് നമ്മൾ ഓറക്കിൾ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാനെ, നിങ്ങളിപ്പോ ഈ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അറിയേണ്ടത്. ഇത്രയും കാർഡ് സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം കൂടെ വീണു, എടുക്കാൻ പറ്റില്ല. നമുക്ക് രണ്ട് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ആ രണ്ട് കാർഡ് പറയുന്നത്, ഒന്ന് മൗണ്ടൻസ്. നിങ്ങൾ എന്തെല്ലാം പ്രതിസന്ധിയിൽ കൂടെയാണോ നിങ്ങൾ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഏത് പ്രതിസന്ധിയാണെങ്കിലും അത് ഉറച്ച മനസ്സോടെ അത് പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കൂടുതലും ഭൗതികമായ കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്, കുറച്ച് സ്പിരിച്വൽ ആവാനുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഭൗതിക കാര്യങ്ങളിലാണ് നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ഒബ്സെസ്ഡ് ആണ് നിങ്ങൾ. പണം, റിലേഷൻഷിപ്പ്, സ്നേഹം, വീട്, കാറ്, ബന്ധങ്ങൾ, ഇതിലാണ് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഉയരാനുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള രണ്ട് കാർഡ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി. ഈ പേഴ്സൺ നേരത്തെ ഈ പേഴ്സണ് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയ അല്ലെങ്കിൽ പ്രശ്നമായി എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾക്ക് ആരാണോ ഡിവോഴ്സ് തരേണ്ടത് ആ പേഴ്സണ് ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിരുന്നു. അപ്പൊ ഒരു വാശിയിലായിരുന്നു, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ സന്തോഷമായിട്ട് ജീവിക്കാൻ തരില്ല, നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല എന്നൊരു തീരുമാനം. പക്ഷെ അതിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ ആ തീരുമാനത്തിനെ മാറ്റാനായിട്ടുള്ള ഒരു എനർജി ആ പേഴ്സന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ പാസ്റ്റിനെ പാസ്റ്റായിട്ട് വിടാനും, റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ പിന്നെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നൊരു ബോധം നിങ്ങൾക്ക് ഡിവോഴ്സ് തരാൻ ഉള്ള ആൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ പിടിച്ചു നിർത്തുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, മറ്റുള്ളവർക്ക് ദുഃഖം, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ കൂടെ ഈ പേഴ്സണും അനുഭവിക്കണമല്ലോ. ഈ പേഴ്സണും ജീവിക്കുന്നില്ല, നിങ്ങളും ജീവിക്കാനും അനുവദിക്കുന്നില്ല. അപ്പൊ ആ ഒരു ബോധം ചിലപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും വന്ന് കയറിയിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർത്തിരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഡോട്ടർ ഓഫ് കപ്സ് ചിലപ്പോ ഈ പേഴ്സന്റെ പരിചയത്തിൽ ആരോ ഈ പേഴ്സൺ ഉപദേശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മക്കൾ ഉപദേശിച്ചിട്ടുണ്ടാവാം.
മനസ്സിലായോ? എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാരേജിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഓർത്തിട്ടായിരിക്കാം ഡിവോഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ ഓർത്തിട്ടായിരിക്കാം ഡിവോഴ്സ് തരില്ല എന്ന് വിചാരിച്ചു. കാരണം വേറെ ആരെങ്കിലും ഈ പേഴ്സന്റെ മക്കളെ ഈ പേഴ്സൺ നോക്കുന്ന പോലെ നോക്കിയില്ലെങ്കിലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ അത് കൈവിട്ട് കളയാണ് ഇപ്പോ ശരി, ഞാൻ ഇത് വെറുതെ വാശിക്ക് വേണ്ടി ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇതിപ്പോ ഇനി ഇതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്ന് ഈ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ കുഞ്ഞു കുട്ടികളുണ്ടോ അതോ വളരെ എന്ന് വെച്ചാൽ 20 വയസ്സിന് താഴെയുള്ള പിള്ളേരുള്ള പോലെയാണ് കാണിക്കുന്നത്. പെൺകുട്ടിയാവാൻ വഴിയുണ്ട്. എന്തായാലും ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി ഒന്നും കാണുന്നില്ല. ഇനി നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആരെങ്കിലും വന്ന് കയറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരു ദത്തെടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു വളർത്തു മകളെ കിട്ടുക, അങ്ങനെയൊക്കെ ആവാനും വഴിയുണ്ട്. വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് കാണിക്കുന്ന. ആരെയോ ഏതോ ഒരു കുട്ടിയാണ്, വളരെ പ്രൊട്ടക്റ്റീവ് ആണ് ഈ പേഴ്സൺ ആ കുട്ടിയുടെ കാര്യത്തിൽ. അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എന്തോ ഒരു കാര്യം നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലെങ്കിലും ചില സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ആ റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാൽ കുറെ പഴക്കമുള്ള റിലേഷൻഷിപ്പ്, വഴക്കാണ്, അടിയാണ്, ബഹളമാണ്, എന്നാലും ഒരു കംഫർട്ട് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ അത് വിട്ട് കളയാൻ സമ്മതിക്കാതിരുന്നത്. പക്ഷെ ഇപ്പോഴും ആ പേഴ്സന്റെ മനസ്സിൽ ആ ഒരു പേടിയുണ്ട്. ഇനി എന്ത് എന്നൊരു ചിന്തയുണ്ട്. ഈ റിലേഷൻഷിപ്പ് വിട്ട് കഴിഞ്ഞാൽ ഇനി എന്ത്, അതൊരു ചിന്തയുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഒരു പെട്ടെന്നൊരു തീരുമാനം ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നുണ്ട്. ഒരു ടവർ മൊമെന്റ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് തിരിച്ചറിവ് വന്നേക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇനി കൂടിച്ചേരാൻ പറ്റില്ല, നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ പറ്റില്ല എന്നൊരു ബോധം ഈ പേഴ്സൺ ഉണ്ട്. അപ്പോ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുകയായിരുന്നു. ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തത് നിങ്ങൾ വേദനിക്കുന്നു, നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പേഴ്സൺ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അത് മിഥ്യയാണ്, അതൊരു തോന്നലാണ് അതിലുകൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല എന്നൊരു തിരിച്ചറിവ് ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വെർഗോ പൈസസ് കാണിക്കുന്നുണ്ട്, പിന്നെ സ്കോർപിയോ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊരു വാശി പോലെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിവോഴ്സ് തരില്ല എന്നൊരു വാശിയായിരുന്നു ഈ പേഴ്സണ്. പക്ഷെ ഇപ്പൊ അത് മാറുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാതിരിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ട്രൈ ചെയ്തത്? എന്തായിരുന്നു ഉദ്ദേശം? ഈ പണത്തിന്റെ കാര്യം, നിങ്ങളാണോ ഈ പേഴ്സണ് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുത്തുകൊണ്ടിരുന്ന ആള്? മനസ്സിലായോ? അപ്പൊ ഈ പേഴ്സൺ ഒരു ജോലി എടുക്കാൻ മടിയുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്ത ഒരു എനർജി ആയിരിക്കാൻ വഴിയുണ്ട്. അപ്പൊ അതുകൊണ്ടും കൂടിയിട്ടാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് പ്രശ്നമായിരുന്നെങ്കിലും ഈ നിങ്ങളെ വിവാഹം കഴിച്ചതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കൂടെ ജീവിച്ചതും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നില്ലെങ്കിലോ, മനസ്സിലായി, ഡിവോഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണ് ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു സിറ്റുവേഷൻ. അപ്പൊ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ പൈസ കൊണ്ട് ജീവിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഡിവോഴ്സിന് ഒട്ടും സമ്മതിക്കാതിരുന്നത്. ഒരു റീകൺസിലിയേഷൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളോട് സ്നേഹം കൊണ്ടല്ല, നിങ്ങളുടെ പൈസ ഈ പേഴ്സൺ ആഗ്രഹമുള്ളത് കൊണ്ട് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ രക്ഷയില്ലെന്ന് മനസ്സിലായി. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാറി താമസിക്കുക എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ ആയിരിക്കും ജീവിക്കുന്നത്. അപ്പൊ ഈ പേഴ്സൺ ട്രൈ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല. ഈ പേഴ്സൺ മാക്സിമം ഇതുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ ഹാപ്പി ആയിരുന്നു. നിങ്ങൾ ഹാപ്പി അല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാത്തതെന്ന് ഈ പേഴ്സണ് മനസ്സിലാക്കാനുള്ള ബോധമില്ലായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയാൻ മടി. കാരണം ഈ പേഴ്സന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണല്ലോ ഈ പേഴ്സണ് വേണ്ടത്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഈ പേഴ്സൺ പ്രശ്നമില്ല. എന്താണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? ഈ പേഴ്സൺ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഈ ബന്ധം നിങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ് എന്ന് നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു ഭാരമാകുന്നുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. കാരണം വെറുതെ ഇരുന്ന് തിന്നുന്ന ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും.
വീട്ടിലധികം കാര്യങ്ങളൊന്നും നോക്കണ്ട, കുട്ടികളുടെ ഫീസ്, വാടകയ്ക്ക് താമസിക്കുന്ന വീടാണെങ്കിൽ വാടക കൊടുക്കാനുള്ള അതൊന്നും ഈ പേഴ്സന്റെ തലയിലുള്ള കാര്യമല്ല. ഇനിയിപ്പോ ഈ പേഴ്സന്റെ ഒരു ബർത്ത്ഡേ വരികയാണെന്ന് വിചാരിക്കുക, അത് നിങ്ങൾ പൈസ ഉണ്ടാക്കണം. മനസ്സിലായി? നിങ്ങളുടെ സ്വർണം വിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പൈസ കൊണ്ടോ ഒക്കെയാണ് പേഴ്സൺ. അതൊക്കെ ഈ പേഴ്സൺ അറിയേണ്ട കാര്യമില്ല. ഈ പേഴ്സന്റെ ലൈഫ് ആഘോഷമായിരിക്കണം. പക്ഷെ അത് ആരുടെ പൈസ കൊണ്ട് എന്നതിൽ ഈ പേഴ്സണ് അത്ര പ്രശ്നമല്ല. ആരും ചെലവാക്കിയാലും എന്റെ ജീവിതം സന്തോഷമാവണം എന്ന ചിന്തയുള്ള ഒരാളാണ്. അപ്പൊ ഒരു കള്ളത്തരമുള്ള ഈ പേഴ്സൺ മോഷ്ടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങളുടെ അടുത്ത് പൈസ മോഷ്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണം മോഷ്ടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് വിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? പല പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട് ഈ പേഴ്സൺ. മനസ്സിലായി? ഇനിയും അത് തന്നെയാണ് ഉദ്ദേശം. നിങ്ങളെ ഡിവോഴ്സ് തരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇനി പണ്ടൊക്കെ സ്ത്രീധനം കൊടുക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് പഴക്കമുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ സ്ത്രീധനം ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. സ്ത്രീധനം എന്ന് പറയാൻ പാടില്ല. പണ്ട് അങ്ങനെയല്ലോ, സ്ത്രീധനമാണ് കൊടുക്കുന്നത്. വീട്, കാറ് ഇതെല്ലാമാണ് കൊടുത്തിരുന്നത്. അത് നമ്മളുടെ സ്റ്റേറ്റസ് അനുസരിച്ച്. അപ്പൊ ഈ പേഴ്സണ് കുറെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ ഈ ഇതിപ്പോ നിങ്ങൾ ആണാണെങ്കിൽ ഈ പേഴ്സണിന് വേണ്ടി കുറെ പണം ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ടാവും പണം. ഡിവോഴ്സ് ചെയ്താല് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയ പണം മുഴുവൻ എനിക്ക് തരണമെന്ന് നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങൾ അത് ആവശ്യപ്പെടുന്നുണ്ടാവും. സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ കൊടുത്ത സ്ത്രീധനം മുഴുവൻ തിരിച്ചു തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കാം? ഇതാണ് ഈ പേഴ്സന്റെ ചിന്ത. ആണായാലും പെണ്ണായാലും അവരതാണ് ചിന്തിക്കുന്നത്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? ഡിവോഴ്സ് കൊടുക്കുന്നതിലല്ല. ഇവർ ഡിവോഴ്സ് തരാതിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ പണം അവർക്ക് ആവശ്യമുണ്ട്. രണ്ടാമത് നിങ്ങൾ കൊടുത്തുള്ള സാധനങ്ങളൊന്നും തിരിച്ചു തരാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് ഡിവോഴ്സ് ഇതുവരെ തരാതിരുന്നത്. അപ്പോൾ പൈസ വേണ്ട എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടും. അതാണ്. അപ്പൊ ഈ പേഴ്സൺ വളരെ പ്ലാനിങ്ങോട് കൂടി ഇനിയും നിങ്ങളുടെ അടുത്ത് പൈസ അടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായോ? ഇത് ചോദിച്ച് വാങ്ങിക്കുന്ന ആളല്ല, നിങ്ങൾ അറിഞ്ഞു കൊടുക്കണം. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയാം നാണമില്ലാതെ. മനസ്സിലാവുണ്ടോ? അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഉള്ളിലുള്ള ഞാൻ തരില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഞങ്ങളത് ചെലവാക്കി എന്നൊക്കെയാണ് പറയുന്നത്. സ്നേഹം കൊണ്ടല്ല, കൊടുത്തതൊന്നും തിരിച്ചു തരില്ല, കിട്ടില്ല, അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങൾ അത് ചോദിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ഡിവോഴ്സിൽ പെൻഡിങ് വരുന്നത്, ഡിലേ വരുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരുന്നാല് ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക്. നിങ്ങളോട് സ്നേഹമൊന്നുമില്ല ഈ പേഴ്സണ്. പക്ഷേ ഈ പേഴ്സൺ ഇവിടെ ഒരു നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഈ പേഴ്സൺ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളോട് സ്നേഹമൊന്നുമില്ല. മനസ്സിലായോ? ആരാണ് ഈ പേഴ്സണ് പൈസ കൊടുക്കുന്നത് അവരോടാണ് ഈ പേഴ്സണ് അട്രാക്ഷൻ ഉള്ളത്. അങ്ങനത്തെ ഒരു എനർജിയാണത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. യെസ് ഓർ നോ? യെസ്, നിങ്ങൾക്ക് കിട്ടും, ഡിവോഴ്സ് കിട്ടും കേട്ടോ. ഇതിനകത്ത് ഈ പേഴ്സന്റെ അമ്മയ്ക്ക് ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ഉണ്ട് ഈ പേഴ്സന്റെ മേലിലും ഈ റിലേഷൻഷിപ്പിന്റെ മേലിലും. അപ്പൊ അവരാണ് യെസ് ഓർ നോ പറയേണ്ടത്. അവര് യെസ് പറയുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടും കേട്ടോ. ടോറസ്, ലീബ്ര, വെർഗോ, ലിയോ, സ്കോർപിയോ, വെർഗോ, സ്കോർപിയോ, ഇത്രയുമാണ് സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇതാണ് ആദ്യത്തെ റീഡിംഗ്. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളുടെ ഓവറോൾ എനർജിയാണിത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനിൽ ഇപ്പൊ എന്താണ് അറിയേണ്ടത്? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പൊ എന്താണ് അറിയേണ്ടത്? ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് എന്താണ് അറിയേണ്ടത് ഇപ്പോൾ? ഭഗവാനെ,
ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റിൽനെസ്, എക്സ്റ്റേണൽ ഫോഴ്സസ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ക്ഷമയില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം. പിന്നെ ഇത് ഭയങ്കര ടോക്സിക് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകളുടെ പ്രശ്നമാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നും അടങ്ങിയിരിക്കുകയാണ്, പക്ഷേ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല, ഇനിയും പ്രശ്നങ്ങൾ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കേട്ടോ. ഭയങ്കര ടോക്സിക് സിറ്റുവേഷൻ ആണ്, ഒരു നാർസിസിസ്റ്റിക്, ഒരു ഒബ്സസീവ് എനർജി ഉള്ള പോലെ നിങ്ങളുടെ ചുറ്റും. നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളുടെ ഓവറോൾ എനർജി 3 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇവിടെ ഒരു ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. നേരത്തെ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. ഫ്രണ്ട്സിന്റെ കൂടെ കറക്കം, ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഈ പേഴ്സൺ. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അപ്പോ ഇപ്പൊ അതിനൊരു വ്യത്യാസം വന്നിട്ട് ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ മാനസാന്തരം വന്നിട്ടുണ്ടാവാം. കാരണം ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് എത്തിയത് കൊണ്ട് ഇത് ചെയ്തത് തെറ്റാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ടാണോ ഡിവോഴ്സിലേക്ക് പോയത്? ഈ ആർഭാടം, ആവശ്യമില്ലാതെ ഉഴപ്പ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഇതൊക്കെ കൊണ്ടിട്ടാണോ നിങ്ങൾ ഇത് ഡിവോഴ്സിലേക്ക് പോയത്? അപ്പൊ ഇത് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് വന്നത് കൊണ്ടാണോ ഈ പേഴ്സൺ സ്വഭാവം മാറ്റിയത്? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് വഴക്കുണ്ടായെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇതാണ് പേഴ്സന്റെ ഓവറോൾ എനർജി. അപ്പോൾ ഇനി വഴക്ക് ഉണ്ടാവാതിരിക്കാൻ ഇത് ഈ ഡിവോഴ്സ് സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മളുടെ വക്കീലന്മാര്, ഇപ്പോ ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് സമയത്ത് ഇരിക്കുമ്പോൾ അഡൾട്ടറി എന്നൊരു പരിപാടി ഉണ്ടല്ലോ, എന്നുവെച്ചാല് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഇത്. അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഡിവോഴ്സിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് കാണിക്കും അവര്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങൾ ഈ പേഴ്സണെതിരായിട്ട് അഡൾട്ടറി അല്ലെങ്കിൽ പര സ്ത്രീയോ പര പുരുഷ ബന്ധമോ ഒരു കേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പേഴ്സൺ ഇങ്ങനൊരു എനർജി കാണിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വഴക്കുകൾ ഇത് പേഴ്സണ് എതിരായിട്ട് വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. സ്കോർപ്പിയോ സോഡിയാക് സൈൻ ആണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ശരിക്കുമുള്ള സിറ്റുവേഷൻ എന്താണ്? പേഴ്സന്റെ ശരിക്കുമുള്ള സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സന്റെ ശരിക്കുള്ള സ്വഭാവം മറച്ചു വെച്ചിരിക്കുകയാണ്. ഭയങ്കര ഒബ്സെസ്ഡ് ആണ്, ഭയങ്കര നാർസിസ്റ്റിക് ആണ്, അഡിക്ഷൻ ഒക്കെ ഉണ്ട്. നന്നായിട്ട് വെള്ളം അടിക്കുകയോ ഡ്രഗ്സ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരാളാണ്. ഫിസിക്കൽ അബ്യൂസ് ഉള്ള ആളാണ്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. പക്ഷെ അത് മറച്ചു വെക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോ കള്ളത്തരമാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ അഭിനയമാണ്, സ്നേഹമാണ്. അപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ഡിവോഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്, മനസ്സിലായോ? അപ്പൊ ശരിക്കുള്ള സ്വഭാവം മറച്ചു വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഞാനിപ്പം തൽക്കാലത്തേക്ക് എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്ത് കാണിക്കില്ല. അപ്പൊ നിങ്ങൾ ഡിവോഴ്സ് എന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഈ പേഴ്സന്റെ ഒരു ഉദ്ദേശം. എന്ന് വെച്ചാൽ നമ്മൾ വീടിനകത്ത് ഒരാളുടെ സ്വഭാവവും വീടിന് പുറത്തൊരാളുടെ സ്വഭാവവും ക്ഷമിക്കവരുടെയും രണ്ടും രണ്ടായിരിക്കും. വീടിന് പുറത്ത് ഈ പേഴ്സൺ ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര തലേ ദിവസം പോലും ഭാര്യയെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീ പുറത്തെത്തുമ്പോഴത്തേക്കും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന എനർജീസ് ആയിട്ട് ആണ് ഈ പേഴ്സൺ അഭിനയിക്കുന്നത്. ഭയങ്കര അഭിനയമാണ് ഈ പേഴ്സന്റെ കേട്ടോ. ശരിക്കും ഈ പേഴ്സന്റെ സ്വഭാവം ഇതല്ല. ഈ പേഴ്സന്റെ സ്വഭാവം ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളായിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സണെ അടുത്തറിയുന്നവർക്ക് മാത്രമേ ശരിക്കുമുള്ള ചെകുത്താന്റെ സ്വഭാവം, പെണ്ണായാലും ആണായാലും അത് നിങ്ങൾക്ക് അറിയാം. ഈ പേഴ്സൺ വളരെ അടക്കി ഒതുക്കി വെച്ചേക്കാണ് ആ എനർജി എന്നാണ് പറയുന്നത്. കാപ്രിക്കോൺ ഉണ്ട്, ഏറീസ് ഉണ്ട്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല ഈ പേഴ്സന്റെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ
എന്താണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തതിന്റെ ഉദ്ദേശം എന്താണ് ഈ പേഴ്സണ് വിക്ടറി വേണം നിങ്ങളായിട്ട്. ഇവിടെ നിങ്ങളെ ഈ പേഴ്സൺ ഇതൊരു തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ ഇത് നിങ്ങളാണെങ്കിൽ നിങ്ങളെ ഭയങ്കര നന്നായിട്ട് ഡ്രസ് ചെയ്യുന്ന, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന, പെർഫെക്റ്റ് ആണെന്ന് പുറമേ കാണിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ്സസ് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങൾ വീക്കാണെന്ന് മറ്റുള്ളവരെ അറിയരുത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, പെണ്ണായാലും ആണായാലും. അപ്പൊ നിങ്ങളുടെ മേളില് അങ്ങനെ ഒരു പവർഫുൾ ആ, ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കാം, ഒരു നടിയോ നടനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോ അല്ലെങ്കിൽ ഈ പേഴ്സണൽ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്. അപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻ മറ്റുള്ളവരെ അറിയാതിരിക്കാനാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് വരാത്തത്. കാരണം ഈ പേഴ്സന്റെ ഈ ഉഴപ്പ് സ്വഭാവം ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളായിരിക്കും, പിന്നെ അടുത്ത സുഹൃത്തുക്കൾക്കും, പിന്നെ ആ തേർഡ് പാർട്ടിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ നിങ്ങൾ ഡിവോഴ്സിന് പോകുമ്പോൾ, ഇത് കേസ് കോടതിയിൽ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊരു ആ പേഴ്സൺ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ള കാര്യം ചിലപ്പോൾ തേർഡ് പാർട്ടി കോടതിയിൽ വരേണ്ടതൊക്കെ വരുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ 4 പേര് ഈ പേഴ്സന്റെ സ്വഭാവം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തത്. കാരണം ഇതാണ് മെയിൻ റീസൺ. ഡിവോഴ്സിന്റെ മെയിൻ റീസൺ ഒരു തേർഡ് പാർട്ടിയാണ്, പിന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഇതൊന്നും പുറത്ത് പറയരുത്, ഈ പേഴ്സന്റെ പേരിന് ഒരു കളങ്കവും പറ്റരുത് എന്ന ചിന്തയിലാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തത്. അപ്പൊ തൽക്കാലത്തേക്ക് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയോട് കണക്ഷൻ വെക്കുന്നില്ല. തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പൊ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാം ഹൈഡ് ചെയ്യണമല്ലോ. ഒരു തരത്തിലും നിങ്ങൾക്ക് തെളിവ് കിട്ടാൻ പാടില്ല ഈ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിലുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ശരിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബേസിസിലാണ് നിങ്ങൾ ഡിവോഴ്സ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനെ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ബേസിസിൽ ഡിവോഴ്സ് നിങ്ങൾക്ക് കിട്ടും? അപ്പൊ അതാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത്. ഇവിടെ വെർഗോ ആണ് കാണിക്കുന്നത്, സോഡിയാക് സൈൻ. നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ് ശരിക്കും നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? പൈസയാണ് ഉദ്ദേശം. നിങ്ങളോട് റീകൺസൈൽ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ തേർഡ് പാർട്ടിയെയും വേണം, നിങ്ങളെയും വേണം. അതാണ് ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയത് നിങ്ങളുടെ എന്തോ ഒരു പ്രവൃത്തി കൊണ്ടാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പാസ്റ്റിൽ എന്തോ നടന്ന ഒരു കാര്യം കൊണ്ട്. നിങ്ങൾക്കൊരു എക്സ് ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ആ ഒരു റീസൺ കൊണ്ടാണ് ഈ പേഴ്സൺ അറിഞ്ഞപ്പോ വളരെ അസൂയപ്പെട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ, അല്ലെങ്കിൽ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് വെച്ചതും എന്ന് പറയുന്നുണ്ട് പ്രതികാരമായിട്ട്. എന്തായാലും പേഴ്സൺ നിങ്ങളെയും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം തേർഡ് പാർട്ടിയെ ഒരു ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുകയാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല ഈ പേഴ്സൺ. നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് തേർഡ് പാർട്ടിയോട് അടുപ്പമുള്ളതായിട്ട് നിങ്ങൾ അറിയരുത്, അതിനൊരു തെളിവ് നിങ്ങൾക്ക് കിട്ടരുത് എന്ന് വെച്ചിട്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ മാറ്റി നിർത്തിയേക്കുന്നത്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ അതിന് എക്സ്ക്യൂസ് പറയുന്നത് മക്കളുണ്ട്, മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന ഒരു ഇതും കൂടിയാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പൊ മക്കളും ഭാര്യയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്കും ഭർത്താവിനും വേണ്ടി മരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ പബ്ലിക്കലി കാണിക്കുന്നത്. നല്ലൊരു ഭർത്താവാണ്, അല്ലെങ്കിൽ നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു അമ്മയാണ് എന്ന് കാണിക്കുകയാണ് ഇവിടെ. മനസ്സിലായോ? ലിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ചേർത്ത് ക്യാൻസറും ഉണ്ട്. അപ്പോ ആക്ഷൻ ഒന്നും എടുക്കാനായിട്ട് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ പേഴ്സണെ മാറ്റി നിർത്തുകയാണ്. അപ്പൊ അതിനുള്ള നിങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ട് ഈ പേഴ്സണ്. പക്ഷെ നിങ്ങളോട് ചൂടായാൽ ഈ പേഴ്സന്റെ ഉദ്ദേശം നടക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാം വളരെയധികം അടക്കിയാണ് ഉള്ളിൽ വെച്ചേക്കുകയാണ് ഈ പേഴ്സൺ. മനസ്സിലാവുണ്ടോ? ആക്ഷൻ എടുത്ത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഈ പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം അത് എതിരായിട്ട് വരും. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയുള്ള, വളരെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അതാണ് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഡിവോഴ്സ് ഈ പേഴ്സൺ തരുമോ? നിങ്ങൾക്ക് ഡിവോഴ്സ് തരുമോ ഈ പേഴ്സൺ? ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും തരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. തരാൻ ആഗ്രഹിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. മനസ്സിലായോ? ഇവിടെ
ഇവിടെ ഒരു റൈറ്റ് ചോയ്സ് ഇല്ല എന്നാണ് പറയുന്നത്. ചോയ്സ് ഇല്ല ഈ പേഴ്സൺ എന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങളോട് ഭയങ്കര പാഷനറ്റ് ആണ്, ഇഷ്ടംപോലെ പണമുള്ള ആളായിരിക്കും നിങ്ങൾ. അതും കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തത്. കാരണം നിങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലെ പണമുണ്ട്. നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കാത്ത ആളാണെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും, മനസ്സിലായോ? അപ്പൊ നമ്മൾ നല്ല പണമുള്ള ആളാണ് എന്നാണെങ്കിൽ ആ പണമാണ് ആ റിലേഷൻഷിപ്പിനെ പിടിച്ചു നിർത്തുന്നത്. പണമില്ലാതെ ആകുമ്പോൾ അത് വേറെ സിറ്റുവേഷൻ. പക്ഷെ പണമുള്ള ഒരാളാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തത്. പക്ഷെ കാരണങ്ങൾ അതുപോലെ തേർഡ് പാർട്ടി റിലേഷൻ. അപ്പൊ ഈ പേഴ്സൺ തോന്നിയവാസം പോലെ ജീവിക്കുന്ന ഒരു എനർജിയാണ്, പെണ്ണായാലും ആണായാലും. നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഈ പേഴ്സന്റെ സ്വഭാവം മാറില്ല, ഉഴപ്പ് നന്നായിട്ട്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കും, നാട്ടുകാരുടെ മുമ്പിൽ അഭിനയിക്കും, ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല, മാക്സിമം തരാതെ നോക്കും. അതാണ് പറയുന്നത്. ഇവിടെ സോഡിയാക് സൈൻ ലിയോ, ക്യാൻസർ, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, സ്കോർപിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതോടുകൂടി രണ്ടാമത്തെ റീഡിംഗ് കഴിഞ്ഞു. ഇനി ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഈ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പൊ എന്താണ് അറിയേണ്ടത്? അങ്ങനെ അതൊന്ന് പറഞ്ഞു തരണേ പ്ലീസ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഇപ്പൊ എന്താണ് അറിയേണ്ടത്? മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവര് ഇപ്പോ എന്താണ് അറിയേണ്ടത്? ഓം എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മനസ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം കാണിച്ചു തരുന്ന മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്, മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതും മനസ്സ് തുറയാൻ, എന്താ പറയുക, നമ്മളുടെ ചിന്താശക്തി കൂടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണമെന്ന്, എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണണം. ഇപ്പം നടക്കുന്ന ചീത്ത കാര്യങ്ങളാണെങ്കിലും ഇത് അധികം നാളെ നിൽക്കില്ല, നല്ല സമയം വരുന്നുണ്ട് എന്നൊരു പ്രത്യാശ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ അഞ്ചാമത്തെ കാർഡ് പറയുന്ന ക്രോസ് റോഡ്, നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു വഴിത്തിരിവിലാണെന്നാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു വഴിത്തിരിവിൽ എടുക്കുമ്പോൾ ഗതിമുട്ടും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പാത്ത് ചൂസ് ചെയ്യണം. അത് പക്ഷെ മിക്കവർക്കും വഴി കാണാറില്ല. അപ്പോഴാണ് ദൈവത്തിന്റെ സഹായം നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടേണ്ടത്. അപ്പോ ഈ വഴിത്തിരിവിലെത്തുമ്പോഴാണ് ആൾക്കാർ ഗതിമുട്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചിലര് സൂയിസൈഡിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെയും വഴികളുണ്ട്. അത് കാണാനുള്ള ക്ഷമയോ, അത് കാണാനുള്ള ക്ഷമയില്ല എന്നും കൂടിയാണ്. എന്തെങ്കിലും ഒരു വഴിമുട്ടി എന്നുള്ളൊരു ഏതെങ്കിലും ഒരു വഴി തുറന്നിടും ദൈവം. പക്ഷെ ആ വഴി നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾക്ക് ദൈവത്തിന്റെ സഹായം വേണം. അതും കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഗതി മുട്ടിയിട്ട് ഒരു വഴിയും കാണാതിരുന്ന കൊണ്ടാണ് അവള് സൂയിസൈഡ്, അല്ലെങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്തെന്ന് പറയുമ്പോൾ വഴിയുണ്ട് അവിടെ. അവർക്ക് അത് കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അത് കണ്ടുപിടിക്കാനുള്ള ക്ഷമയില്ല. അത്രയുമാണ് കാര്യം. അപ്പൊ ഇവിടെ ഇതാണ് ഓർക്കേണ്ടത്. ഗതി മുട്ടിയിട്ടില്ല, ഒരു വഴിയുണ്ട്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവത്തിനോട് പറയാം, ഭഗവാനെ എനിക്കൊന്ന് വഴി കാണിച്ചു തരണേ, ഞാൻ ഒരു വഴിയും കാണാതെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ വഴി എന്ന് പറഞ്ഞാൽ ദൈവം സഹായിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എപ്പോഴും അത് ഓർക്കുക. നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളുടെ എനർജിയാണ് 3 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ഈ ഒരു തരത്തിലും സഹകരിക്കാനുള്ള മനസ്സില്ല ഈ പേഴ്സണ്, മനസ്സിലായോ? ആരോടും സഹകരിക്കാത്ത ഒരു എനർജിയാണ്, വളരെ സെൽഫിഷ് ആയ ഒരു എനർജിയാണ് ഈ പേഴ്സൺ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ആ പേഴ്സൺ വിചാരിക്കുന്ന കാര്യം നടക്കണം. ആ പേഴ്സന്റെ വഴിയാണ് ശരിയായ വഴി
എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു എനർജിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ, അവരിഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല. പേജ് ഓഫ് പെന്റക്കിൾസ്. ഇവിടെ കുറെ ധനനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പേഴ്സണ്. അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാല് പണം നഷ്ടപ്പെടുമെന്നൊരു ചിന്ത. മനസ്സിലായി? ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് പരിചയത്തിലെ ഒരാള്, അയാളെക്കാളും പ്രായത്തിൽ ഭയങ്കര മുതിർന്ന ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലൊട്ടും ഹാപ്പിയല്ല. അപ്പോൾ അവര് വിവാഹം കഴിഞ്ഞ് അപ്പം ഈ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര ഉഴപ്പാണ്, പല സ്ത്രീകളായിട്ട് ബന്ധമുള്ള ആളാണ്. ഭാര്യയെ ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് ഭയങ്കര പൈസ ഉള്ളതാണ്. ഭയങ്കര പൈസ എന്ന് പറഞ്ഞാൽ കോടീശ്വരിയാണ് അവര്. അപ്പൊ അത് കണ്ടിട്ടാണ് ഇയാളെക്കാൾ ഇത്രയും പ്രായത്തിൽ മൂത്തൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. അപ്പൊ ആ സമയത്ത് ഇയാൾക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഇയാളെക്കാളും മൂത്തതായതുകൊണ്ട് ഇവര് പെട്ടെന്ന് മരണപ്പെടുമെന്നൊരു ചിന്ത, ഒരു ഇതുണ്ടായിരുന്നു ഇയാൾക്ക്. അപ്പോ ഇയാളോട് ഒരിക്കൽ ഞങ്ങള് ഫ്രണ്ട്സ് ചോദിച്ചു എന്തുകൊണ്ടാണ്. അപ്പൊ ഇയാളെന്ന് പറഞ്ഞാല് എന്താ പറയാ, സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഞങ്ങൾ പരിചയമുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾക്കറിയാം. അപ്പൊ ചോദിച്ചു, നീ ഹാപ്പി അല്ല നീ റിലേഷൻഷിപ്പിൽ, പിന്നെ എന്തുകൊണ്ടാണ് നീ? അപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവര് ഭയങ്കരമായിട്ട് എക്സ്ക്യൂസ് പറയും. എപ്പോഴും മറ്റേയാൾക്ക് വേണ്ടി ജീവിക്കുന്നതാണെന്നൊരു കപടമായ ഒരു ഇത് കാണിക്കും ഇവര്. മനസ്സിലായോ? അപ്പൊ ആ പേഴ്സൺ അവരെ ഉപേക്ഷിക്കാത്തത് അവർ കോടീശ്വരനാണ്. അപ്പൊ അവര് മരിച്ചു കഴിയുമ്പോൾ ആ പൈസ മുഴുവൻ ഇയാൾക്ക് വരും എന്നൊരു ചിന്ത. പക്ഷെ ഇയാള് ചിന്തിക്കുന്നില്ല, നാളെ ഇയാളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഇയാളുടെ ജീവിതം നഷ്ടമായില്ലേ മൊത്തത്തില്. ആ ഒരു ചിന്തിക്കാനുള്ള കഴിവ്. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നുവെച്ചാല് ഒറ്റ ബുദ്ധിയാണ്, മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കില്ല. അങ്ങനത്തെ ഒരു അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒറ്റ ബുദ്ധിയാണ്. എന്ത് വിചാരിച്ചാലും, നിങ്ങൾ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും, നിങ്ങൾ ഈ പേഴ്സന്റെ ആയിട്ട് ഹാപ്പി അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരില്ല എന്നാണ്. സ്ത്രീ ആയാലും പുരുഷനാണ്. സ്ത്രീ ആണെങ്കിൽ ഇതേ എനർജി ആയിരിക്കും കേട്ടോ. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും കാണുന്നില്ല. ഇനി ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഈ പേഴ്സൺ മക്കളുടെ കാര്യമാണ് പറയുന്നത്. പ്രായമായ പെൺകുട്ടികളുണ്ട്. അപ്പോൾ അച്ഛനില്ലാതെ വന്നാൽ അമ്മയില്ലാതെയൊക്കെ അവരെങ്ങനെ ജീവിക്കും, അതാണ് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് തരാത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സ് തരില്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ഇങ്ങനെ. അപ്പൊ ഈ പേഴ്സൺ കൂടുതലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സണ് പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പക്ഷേ ഇപ്പോ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വാർത്ഥമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റില്ല. നമ്മൾ റിലേഷൻഷിപ്പിൽ ഞാൻ ഒന്നും തരില്ല, എനിക്കെല്ലാം വേണം എന്നൊരു ചിന്തയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അധികം നാൾ നിൽക്കില്ല. മനസ്സിലായി? പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിപ്പോ ഡിവോഴ്സിലേക്ക് എത്തുകയാണ്. അപ്പോ ഈ പേഴ്സൺ ആ ഒരു തിരിച്ചറിവുണ്ട്. ഇവിടെ ഇനി ഞാൻ ഒരു കാര്യവും കൊടുക്കാതെ, സ്നേഹമൊന്നും കൊടുക്കാതെ, സ്നേഹമൊന്നും കാണിക്കാതെ വെറുതെ എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുമായിട്ട് സഹകരിച്ചു പോകാനുള്ള ഒരു മനസ്സ് കൊണ്ടുവരുന്നുണ്ട് ഈ പേഴ്സൺ കേട്ടോ. എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊരു ചിന്തന. അപ്പൊ അതൊരു തീരുമാനം എടുക്കണം. അപ്പോ മനസ്സ് തുറക്കണം. ഈ പേഴ്സണ് പരസ്ത്രീ ബന്ധമുണ്ട്, പരപുരുഷ ബന്ധമുണ്ട്. അപ്പോ ഇവിടെ ഇത് പറയുമ്പോൾ ഒരു ടവർ മൊമെന്റ് ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷെ ഇത് നിങ്ങളോട് തുറന്ന് പറയണം. ഈ സത്യം പറച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറയുക, കുറ്റബോധത്തോടെ സത്യം പറയുന്നത് ഒരു സൈഡ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കേട്ടോ, അതിന്റെ അവിടെ ഒരു കോമ ഇട്ടിട്ട് ഞാൻ ഇനി ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ, ഇതിന്റെ സ്വഭാവമാണ് എന്നൊരു ഉദ്ദേശമാണ് ഇവിടെ കാണിക്കുന്നത്. നിർത്താൻ പോകുന്നില്ല സ്വഭാവം. പക്ഷെ ശരിയാണ്, നീ കണ്ടുപിടിച്ചതൊക്കെ ശരിയാണ്, എനിക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് എന്ന് ഈ പേഴ്സൺ തുറന്ന് സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടുള്ള കുറ്റബോധമൊന്നും ഈ പേഴ്സൺ ഇല്ല കേട്ടോ.
അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ പേഴ്സണിന്റെ. പക്ഷെ നിങ്ങൾ ഡിവോഴ്സിലേക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ പേഴ്സൺ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോ സത്യം തുറന്ന് പറഞ്ഞാൽ ഒരു ടവർ മൊമെന്റ് ഉണ്ടാകുമോ എന്നൊരു ചിന്ത ഉണ്ട്. എന്നാലും സത്യം തുറന്ന് പറയാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഡിവോഴ്സ് തരാത്തതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൺ ഇപ്പൊ ഭയങ്കര ഇമോഷണൽ ആണ്. അപ്പോ അതുപോലെ തന്നെ കോൾഡ് ഹാർട്ടഡ് ആണ്. ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, മറ്റുള്ളവരുടെ ഫീലിങ്സിനൊന്നും ഒരു വില കൊടുക്കാത്ത എനർജിയാണത്. ഭയങ്കര സ്വാർത്ഥതയുള്ള എനർജിയാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഡിവോഴ്സ് തരാത്തത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ബോധഡ് അല്ല. നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, ഞാൻ ഹാപ്പിയാണ് സിറ്റുവേഷനിൽ. കാരണം എന്റെ എയിം എന്താണ്? നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മരണശേഷം എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേറൊരു സിറ്റുവേഷൻ ഉണ്ട് ഇതേപോലെ തന്നെ എനർജി. പക്ഷെ ഭാര്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇയാൾ പോകാതിരിക്കാൻ, ഇയാൾക്ക് ഒരു എക്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇയാൾ അവരായിട്ട് കണക്ഷൻ വെച്ചത് ഭാര്യ കണ്ടുപിടിച്ചു. ഞാൻ ഈ ആണുങ്ങളുടെ കാര്യം പറയുന്നത് വെച്ചാൽ എനിക്ക് അറിയുന്നത് കൊണ്ടാണ്. പെണ്ണുങ്ങളും അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ ആണുങ്ങളെ പെണ്ണുങ്ങളെ വ്യത്യാസമുണ്ട്. അവർ തമ്മിൽ ഇങ്ങനെ പെണ്ണുങ്ങളൊന്നും ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യം ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് അറിയുന്ന 2 സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ, അയാൾക്കൊരു എക്സ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് ഇവര് മാറാൻ വേണ്ടി, ഇയാള് ഒഴിവാകാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്തത്? അവരുടെ നല്ല സ്വത്തുള്ള സ്ത്രീയാണ്. അവര് കുറച്ച് സ്വത്ത് ഇയാളുടെ പേരിൽ എഴുതി കൊടുത്തു. ഇപ്പൊ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് ഇഷ്ടദാനം കൊടുത്തതാണ്. പക്ഷെ അവരെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കോടതി പോയി ഇയാൾ ഒരു തരത്തില് അയാളെ എക്സായിട്ട് ഇപ്പൊ കണക്ഷൻ ആണ്. പക്ഷെ ഇവര് കൊടുത്ത സ്വത്ത് തിരിച്ചു കൊടുക്കില്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. അയാൾ കൊടുക്കില്ല, മനസ്സിലായി? അപ്പൊ അങ്ങനത്തെ എനർജീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സ്വത്തിന്റെ ഒരു ഭാഗമെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ പേഴ്സൺ മാരേജ് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, പക്ഷെ ഇതിൽ നിന്ന് എന്തെങ്കിലും അയാൾക്ക് കിട്ടണം. അതാണ് അയാളുടെ ഉദ്ദേശം, മനസ്സിലാവണോ? അപ്പോ ഉദ്ദേശം അതാണ്. നിങ്ങളുടെ സ്വത്തും നിങ്ങൾ ഇപ്പൊ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗമെങ്കിലും ഡിവോഴ്സ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഭാഗം സ്വത്തെങ്കിലും എനിക്ക് തരണം, എന്നാലേ ഞാനിത് അനുവദിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുവരെ ഇയാളൊന്നും ചെയ്യില്ല. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ വക്കീൽ അത് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ വെയിറ്റ് ചെയ്യുന്നത്. ഇയാൾ ആവശ്യപ്പെടില്ല. നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഈ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്? ഇപ്പോ 3 കാർഡ്സ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? നിങ്ങൾ ഈ പേഴ്സണ് വേണ്ടാന്ന് പറഞ്ഞു, കല്യാണാലോചന വന്നു, അല്ലെങ്കിൽ ഈ പേഴ്സൺ പ്രപ്പോസ് ചെയ്തപ്പോൾ നിങ്ങൾ ശരിയാവില്ല, നിങ്ങൾ എന്റെ സ്റ്റേറ്റസിന് ചേർന്ന ആളല്ല എന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു ദേഷ്യം ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളോട്. പിന്നെ ഭയങ്കര ഈഗോ ഉള്ള ഒരു എനർജിയാണ്. അതുപോലെ ഈ പേഴ്സൺ ഭയങ്കര സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ ഈ പേഴ്സണെ? ഫ്രണ്ട്സിന്റെ മുമ്പിലും ഈ പേഴ്സന്റെ ഫാമിലിയുടെ മുമ്പിലും. കാരണം സ്റ്റേറ്റസിൽ നിങ്ങളെക്കാളും കുറഞ്ഞ ആളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ സ്വയം ഈ പേഴ്സൺ ഭയങ്കര അഭിമാനിയാണ്, അല്ലെങ്കിൽ അഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം നിങ്ങളോടുണ്ട്. അപ്പൊ അതും കൂടി കൊണ്ടിട്ടാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നരകമാക്കുന്നത്. ഈ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു തീരുമാനമെടുക്കണം. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയാണ്, മനസ്സിലായി? അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങളോട്. പക്ഷേ അതുപോലെ തന്നെ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ഉദ്ദേശമില്ല. അതുകൊണ്ടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് വരാത്തത്. ഞാൻ തരില്ല, ഇത് തന്നെയാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു 1 കോടി അല്ലെങ്കിൽ 10 കോടിയുടെ സ്വത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 കോടിയുടെ സ്വത്തുണ്ടെങ്കിൽ 10 കോടി ഇയാൾക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ സ്ത്രീയായാലും പുരുഷനായാലും നിങ്ങളുടെ മരണശേഷം 50 കോടിയും കിട്ടുമെങ്കിലും ഈ 10 കോടിക്ക് എന്തിന് സെറ്റിൽ ചെയ്യണം? അതാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സെറ്റിൽമെന്റിന് ഓഫർ ചെയ്താലും അത് മാക്സിമം അടിച്ചെടുക്കാൻ നോക്കും. എന്നാലും പറ്റുമെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഡിവോഴ്സ് തരാതിരിക്കാനാണ് ഈ പേഴ്സൺ നോക്കുക. അപ്പൊ നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നൊരു ഡിവോഴ്സ് കിട്ടുമോ? യെസ്, കിട്ടും. കേട്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ധനികയോ ധനികനോ ആണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് മാക്സിമം നിങ്ങൾക്ക് എന്താണ് ഓഫർ ചെയ്യാൻ പറ്റുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരും. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഒന്നുമില്ല, സ്നേഹവും ഒന്നുമില്ല. പണം, അത് മാത്രമാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് തരാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം ഈ പേഴ്സൺ ഡിവോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
പക്ഷെ മാക്സിമം ഇയാൾക്ക് ഈ സ്ത്രീക്കോ പുരുഷനോ കൊടുക്കണം, നിങ്ങളുടെ സ്വത്തിന്റെ ഭാഗം. അതാണ് പറയുന്നത്. സോഡിയാക് സൈൻ ആണ് നോക്കുന്നത്. സോഡിയാക് സൈൻ ഇവിടെ അക്വേറിയസ്, ഏരീസ് ഉണ്ട്. പിന്നെ സ്കോർപിയോ, ക്യാൻസർ, ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. അപ്പം ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ നിമിഷം വരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ബൈ ബൈ.